അങ്ങനെ ഇരിക്കെയാണ് അല്ലാഹുവിന്റെ റസൂൽ മക്കയിലേക്ക് പരിശുദ്ധമായ ദീനിന്റെ ദഅവത്തുമായി കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂൻ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ, നിങ്ങൾ വിജയം പ്രാപിക്കുമെന്ന് മക്കയിൽ മാത്രമല്ല ലോകത്തോട് മുഴുവനും വിളിച്ചു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പൂജാതരാകുന്നത്. ഈ വാർത്ത കർണപുടങ്ങളിൽ എത്തുകയാണ്. അദ്ദേഹം അന്വേഷിക്കുകയാണ്, ഇസ്ലാമിനെ പറ്റി പഠിക്കുകയാണ്, അതിനെക്കുറിച്ച് തിരക്കുകയാണ്. ആരാണ് തിരക്കുന്നതെന്നറിയോ? ആരാണ് പഠിക്കുന്നതെന്നറിയോ? ഒരു വഴിയിൽ കൂടി മിസ്തബ് നടന്നു പോയാൽ ഒരാഴ്ച വരെ, ഒരു മാസം വരെ അദ്ദേഹം ശരീരത്തിൽ പുരട്ടിയിരുന്ന ആ സുഗന്ധത്തിന്റെ മണം നിൽക്കുമായിരുന്നു. നമ്മളൊന്ന് കേൾക്കുന്ന അത്തറല്ല, ഇന്ന് ലോകത്തുള്ള ഏറ്റവും മുന്തിയ തരം അത്തറാൻ ഉഴുതെന്ന് പറയുന്നത് അന്ന് അതല്ല, അതിനേക്കാളും മുന്തിയ അത്തറാണുള്ളത്. അങ്ങനെയുള്ള അന്നാരും ആ കാലഘട്ടത്തിൽ ധരിക്കാത്ത വസ്ത്രമാണ്, മുച്ചാത്ത സുഗന്ധമാണ്. പുരട്ടുകയും പൂജുകയും ധരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ചരിത്രം ശ്രദ്ധിച്ചു കേൾക്കണം, വളരെയധികം ഗുണപാഠമുള്ള ചരിത്രമാണ്. അങ്ങനെ റസൂലിന്റെ സമുദ്രത്തിലേക്ക് ദിവസം പോവുകയാണ്. വീട്ടുകാരറിയാതെ പണക്കാരനായി പാവപ്പെട്ട സഹാബത്തിന്റെ കയ്യിലേക്ക് ചെല്ലുകയാണ്, ദീൻ പഠിക്കുകയാണ്, അല്ലാഹുവിനെ മനസ്സിലാക്കുകയാണ്. പതിയെ പതിയെ ഈമാനിന്റെ പ്രകാശം അതിന്റെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ചെന്നിരുന്നു, കലിമത്തു തൗഹീദ് പറഞ്ഞു മുസ്ലിമായി. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, നബിയെ താങ്കൾ റസൂലാണെന്ന് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമതം പുൽകിയിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട തന്റെ ആദർശം വീട്ടിൽ പറയുകയാണ്, തന്റെ ആദർശം വീട്ടിൽ പറയുകയാണ്. പാപ്പായും ഉമ്മായും വഴക്ക് പറയുകയാണ്, അവർ ശ്രദ്ധാരിക്കുകയാണ്, മറുകിക്കുകയാണ്, അവർ കെട്ടിയിടുകയാണ്. നീ വീട്ടിൽ നിന്നും പുറത്തു പോണ്ട, നീ വീട്ടിന്റെ വാതിൽപ്പടിയിൽ നിന്ന് ഇറങ്ങണ്ട, പൊന്നുപോലെ നീ അകത്ത് കിടന്നാൽ മതി, നീ മുഹമ്മദിന്റെ ആദർശവുമായി ജീവിക്കേണ്ട. നമ്മുടെ പൂർവികന്മാർ കാണിച്ചു തന്ന മതമാണ് നല്ലത്, അവര് കാണിച്ചു തന്നതാണ് ഏറ്റവും നല്ലത്. ആ വിഗ്രഹങ്ങളെയാണ് നമുക്ക് വേണ്ടത്. യാത്രയും മനാത്തയും ഇസ്സയുമാണ് നമ്മൾ ആരാധിക്കാനുള്ളത്, അല്ലാതെ മുഹമ്മദ് കൊണ്ടുവന്ന ബുദ്ധനാദർശമല്ല എന്ന് പറഞ്ഞിട്ട് കയ്യും കാലും ബന്ധിച്ച് വീട്ടിനകത്ത് കെട്ടിയിടുകയാണ്. ആ സമയത്ത് ഒരു പ്രാവശ്യമാരമില്ലാത്ത സമയത്ത് സ്വമേധയാൽ എപ്പോഴോ കെട്ടഴിക്കുകയാണ്. അദ്ദേഹം വീട്ടിൽ നിന്നും പോകണമെന്ന് ആവശ്യപ്പെടുകയാണ്. തന്റെ മാതാവും പിതാവും ആട്ടിയിറക്കുകയാണ്. ഒരേ ഒരു മകനാണ്, ഇന്നലെ വരെ ആളെയും സ്നേഹം കൊടുത്തു നോക്കിയ മകനാണ്. അവന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പണവും അദ്ദേഹം സമർപ്പിച്ചതെങ്കിൽ അതേ മകനെ ഉള്ളുമുക്കി മറുതുണിയില്ലാതെ ഉള്ള വസ്ത്രങ്ങളെല്ലാം കൂലി വാങ്ങി, ഉള്ള ആഭരണങ്ങളെല്ലാം കൂലി വാങ്ങി, ഒന്നുമില്ലാതെ നഗ്നനായ കൂടി ഇറക്കി വിടുകയാണ്. വാപ്പായുമായി മാതാപിതാക്കൾ ചേർന്നിട്ട് വീട്ടിൽ നിന്നും മാറ്റി വിട്ടു. പക്ഷേ എന്നിട്ട് പോലും ആ മാതൃത്വം ഉണ്ടല്ലോ, ആ മാതാവ്, അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന കരുണ, അതിന്റെ പേരിൽ ഒരു സുഹൃത്ത് രത്നം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ ധരിച്ചുകൊണ്ട് പറ്റോ, നീ മുഹമ്മദിന്റെ ആദർശത്തിൽ നിന്നും പിന്മാറുന്നത് വരെ നിനക്ക് ഈ വീട്ടിൽ പ്രവേശനമില്ല, നമ്മളുമായി ഒരു ബന്ധമില്ല, നീയുമായി നമുക്കും ഒരു ബന്ധവുമില്ല. അങ്ങനെ മാതാപിതാക്കൾ ഇന്നലെ വരെ കഴിയുന്ന താമം കടലുമായിരുന്ന മാതാപിതാക്കൾ ആട്ടിയിറക്കുകയാണ്. ലക്ഷ്യമില്ലാത്ത മരുഭൂമിയിൽ കൂടി വളഞ്ഞു കിടക്കുന്ന ഒരു ലക്ഷ്യവുമില്ലാത്ത മരുഭൂമിയിൽ കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയാഗം ഹൃദയത്തിൽ കുട്ടിവിളച്ച നടന്നു പോവുകയാണ്. ആ
ആരെയും കാണുന്നില്ല, ആരുമില്ല. കുറെ ആളുകൾ കുറെ നേരം നടന്നപ്പോൾ കുറച്ചാളുകൾ കാണുകയാണ് അവനെ, കുറച്ചാളുകൾ കാണുകയാണ്. അവർ അന്യോന്യം പറയുകയാണ്, അവന്റെ നടന്നു പോകുന്നത്, അവന്റെ നടന്നു പോകുന്നത്, പണക്കാരനായ ഉമയറിന്റെ പുത്രൻ അവന്റെ നടന്നു പോകുന്നത്, കാലിൽ തിരിക്കു പോലുമില്ലല്ലോ, നഗ്നപാതനാണല്ലോ, വസ്ത്രമില്ലല്ലോ, ആഭരണങ്ങളില്ലല്ലോ. ഇന്നലെയും കൂടി അവനെ കണ്ടതാണ്. എന്തോ ഒരു ആഡംബരമായിരുന്നു, എന്തോ ഒരു സുഗന്ധമായിരുന്നു, എന്തോ പറ്റിയത് മാനസിക രോഗമാണോ, മാനസിക വിഭ്രാന്തിയുണ്ടായോ, മാനസിക രോഗിയായോ? സഹാബത്ത് പരസ്പരം കണ്ടിട്ട് പറയുകയാണ്, ജനങ്ങൾ പറയുകയാണ്. നേരെ ചെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സൗദത്തിൽ പോയി. ഉണ്ടായതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബി തങ്ങൾ മാറോടണച്ചു നിർത്തിയിട്ട് പറഞ്ഞു, അതെ, എന്ത് വന്നാലും ദീനിൽ നിന്നും അടിപതറാതെ നിൽക്കണം, അവസാന ശ്വാസം വരെ ഈ ദീനിനു വേണ്ടി പൊരുതി മരിക്കണം എന്ന് പറയുമ്പോൾ ആർജവത്തോടുകൂടി ഇസ്ലാമിന്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് ഏറ്റിക്കൊണ്ട് എന്തു വന്നാലും അവസാന ശ്വാസം വരെ ഇസ്ലാമിന് വേണ്ടി ജീവിക്കും, തൗഹീദ് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കും എന്ന പ്രതിജ്ഞയോടുകൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ കൊടിക്കീഴിൽ അണിനിരക്കുകയാണ് ബഹുമാനപ്പെട്ട മുസ്തഫ റളിയല്ലാഹു തആല അൻഹു. ഇവിടെ മനസ്സിലാക്കാനുള്ളത്, കല്യാണം കഴിയാത്ത യുവാവാണ്, വിവാഹം കഴിക്കാത്ത യുവാവാണ്, ഒരു ഭാര്യയുടെ കൂടെ ഒരു സാമീപ്യം ലഭിച്ചിട്ടില്ലാത്ത യുവാവാണ്. എന്നിട്ട് പോലും അത്രത്തോളം ഈമാൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കുടിയിരുത്തിയെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അത്രത്തോളം സ്വാധീനിച്ചത് പരിശുദ്ധമായ ദീനാണ്. അതേപോലെ യുവത്വമുള്ളവരാണ് നമ്മൾ, അതുപോലെ യുവത്വമുള്ളവരാണ് നമ്മൾ. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഈ ദീൻ സ്വാധീനിക്കുന്നില്ല? ഇതാണ് ഇവിടുത്തെ ചോദ്യത്തിന്. നമ്മുടെ ജീവിതങ്ങളിൽ എന്തുകൊണ്ട് ഈ ദീൻ നമ്മുടെ ജീവിതങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്നില്ല? അങ്ങനെ ബഹുമാനപ്പെട്ട മുസ്തഫ റളിയല്ലാഹു തആല അൻഹു ഒരുപാട് കാലം ദീനിനു വേണ്ടി പൊരുതുകയാണ്, ദീനിനു വേണ്ടി പൊരുതുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പിറകെ ഒരുപാട് കാലം സേവനമനുഷ്ഠിക്കുകയാണ്, ദീനിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുകയാണ്, ഖുറൈശികളുടെ പരിഹാസം സഹിക്കുകയാണ്. ശാരീരികമായ വേദനകളെക്കാളും മാനസികമായി തളർത്തുകയാണ്. പണക്കാരനായിരുന്നല്ലോ, എന്തേ പിച്ചക്കാരനായി പോയി, എന്തേ പാപ്പരനായി പോയി, അതെ നിനക്കെന്താ പറ്റിയത്? ഉമയറിനെ ആട്ടിയിറങ്ങിയോ? കഷ്ടം തന്നെ. അതെ, മുഹമ്മദിനെ നിനക്ക് കിട്ടിയുള്ളോ, നേതാവായി അവനെ കണ്ടുള്ളോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യത്തിന്റെ പരിഹാസത്തിന്റെ മൂലം പോലെ വിളിച്ചിട്ട് പോലും അതൊക്കെ നെഞ്ചി വിളിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം സഹിച്ചിട്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പൊരുതി മുന്നേറിയ മഹാനാണ് മുസ്തഫ റളിയല്ലാഹു അൻഹു. യുദ്ധത്തിൽ ശത്രുക്കൾ അവർ മുസ്ലിമീങ്ങളെ കീഴ്പ്പെടുത്തി. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ യുദ്ധക്കളം പരിശോധിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോടൊപ്പം പുണ്യപ്രവാചകൻ യുദ്ധക്കളം മുഴുവനും അവരോരോരുത്തരുടെ ശരീരങ്ങൾ തിരിച്ചറിയുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശരീരം കണ്ടത്. ആ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട കയ്യിൽ ഒരു കൊടിയുണ്ടായിരുന്നു. ആ കൊടിയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ശത്രു വന്നിട്ട് വെട്ടുകയാണ്. വലത്തേക്ക് ഒരു ശത്രു വന്നിട്ട് വെട്ടി. അപ്പോൾ അദ്ദേഹം ഇടത് കൈയിലേക്ക് മാറ്റി പിടിച്ചു. വീണ്ടും അദ്ദേഹത്തിന്റെ ഇടത് കൈ ആ ശത്രു മുറിക്കുകയാണ്. അദ്ദേഹം രണ്ട് തോടുകൾ കൊണ്ട് ആ കൊടി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത് അവന്റെ തലയിലെ കാഞ്ഞു വെട്ടുമ്പോൾ അവന്റെ തല പറന്ന് കളിക്കുകയാണ്. ഈ ലോകത്ത് നിന്നും ഷഹീദാവുകയാണ്. അങ്ങനെ ഷഹീദായി അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോൾ കൈകളില്ലാത്ത ഒരു മൃതദേഹം കിടക്കുകയാണ്. ഈ
അസ്ഥികളില്ലാത്ത മൃതദേഹം കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പരിശോധന നടത്തി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇതാരാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കൈകൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഒരു കാലത്ത് ആരും ധരിക്കാത്ത വസ്ത്രവും ആരും പൂജാത്ത സുഗന്ധവും ആരും ധരിക്കാത്ത എല്ലാ ആഡംബരങ്ങളും ആസ്വദിക്കാത്ത ആഡംബരങ്ങളും ആസ്വദിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനാണല്ലോ അല്ലാഹ്. ഇപ്പോൾ അവസ്ഥ ഉണ്ടല്ലോ അല്ലാഹ്. എപ്പോഴാണ് റസൂൽ പറഞ്ഞതെന്നറിയോ? അവരുടെ കബറടക്കാൻ ബഹുമാനപ്പെട്ട കബറടക്കാൻ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചപ്പോൾ വസ്ത്രം കപ്പൻപുടവ കഴിയുന്നില്ല. കപ്പൻപുടവ കഴിയുന്നില്ല, വെള്ള വസ്ത്രം പോലും തികയുന്നില്ല അദ്ദേഹത്തെ ഒന്ന് ജനാസ മറമാടാൻ വേണ്ടി. അത്രത്തോളം ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലേക്ക് എത്തി. കാരണം ദീനിന് വേണ്ടി എല്ലാം അർപ്പിച്ചു, എല്ലാം വെടിയാൻ തയ്യാറായി. അവസാനം കാല് മൂടുമ്പോൾ തല വെളിവാകുകയും തല മൂടുമ്പോൾ കാല് വെളിവാകുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് യുവാവായ അല്ലാഹു തആല ജനാസ എത്തിയെങ്കിൽ